ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്കിവിടെ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് കെറ്റാണ് എന്ത് ചെയ്യുന്നത്, ടൈമിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഹൈസൻബർഗ് പിക്ചറിലെ ആയിരുന്നു. ആൻഡ് അവിടെ നമുക്ക് ടൈം എവല്യൂഷൻ ഓഫ് ഓപ്പറേറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, dA/dt. ഇവിടെ നമുക്ക് ഷ്രോഡിഞ്ചർ പിക്ചറിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് ആണ് ടൈമിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ടൈം എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ആൽഫ. കെറ്റ് ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ടൈം എവല്യൂഷൻ, ദാറ്റ് ടു ഇൻ എക്സ് റെപ്രസെൻറ്റേഷൻ. നമ്മൾ പൊസിഷൻ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും, എക്സ് റെപ്രസെൻറ്റേഷനിലാവുമ്പം നമുക്ക് ആ വേവ് ഫംഗ്ഷനെ എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സൈ ഓഫ് എക്സ് ഡാഷ് കോമ ടി എന്ന് പറയുന്നതിനെ നമുക്ക് ബ്രാ എക്സ് ഡാഷ് കെറ്റ് ആൽഫ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. എക്സ് റെപ്രസെൻറ്റേഷന് അതുപോലെ മൊമെൻറ്റം റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് പ്രൈം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബ്രാ എക്സ് പ്രൈം ആൽഫ കെറ്റ് ആൽഫ. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഈ ആൽഫ എന്ന് പറയുന്ന ആൾ ആരാണ്, നമ്മുടെ ഷ്രോഡിഞ്ചർ പിക്ചറിലെ ടി എന്ന് പറയുന്ന ടൈമിലുള്ള സ്റ്റേറ്റ് കെറ്റാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ബ്രാ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ പൊസിഷൻ ഐഗൺ ബ്ര. പൊസിഷൻ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ ബ്രാ ആണ് ബ്രാ എക്സ് പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്രൈം തന്നെയായിരിക്കും. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഇയാളെന്ന് പറയുന്നത് നമ്മുടെ ബ്രാ എക്സ് പ്രൈം എന്ന് പറയുന്ന ആൾ എന്താണ്, ഇറ്റ് ഈസ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ ഐഗൺ ബ്ര. എനിവേ, നമ്മൾ ഹാമിൽട്ടോണിയൻ എടുക്കുന്നത് h is equal to p²/2m plus v of x എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ v of x എന്ന് പറയുന്നത്, p നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മൊമെൻറ്റം ആണെന്നുള്ളത്. v of x എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ബ്രാ എക്സ് ഡബിൾ പ്രൈം വി ഓഫ് എക്സ് കെറ്റ് എക്സ് പ്രൈം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, നമ്മുടെ പൊട്ടൻഷ്യലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എക്സ് പ്രൈം എന്ന് പറയുന്ന ഐഗൺ സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ടേൺ ഔട്ട് ആസ് വി ഓഫ് എക്സ് പ്രൈം അല്ലേ. ഈ വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുമ്പം അത് വി ഓഫ് എക്സ് പ്രൈം ആയിട്ട് മാറും. ദെൻ വി വിൽ ഹാവ് ബ്രാ എക്സ് ഡബിൾ പ്രൈം കെറ്റ് എക്സ് പ്രൈം എന്നാണ് നമുക്ക് അവിടെ ബാക്കി ഉണ്ടാവുക അല്ലേ. വി ഓഫ് എക്സ് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പം വി ഓഫ് എക്സ് പ്രൈം പുറത്തേക്ക് വരും. ദെൻ വി വിൽ ഹാവ് ബ്രാ എക്സ് ഡബിൾ പ്രൈം കെറ്റ് എക്സ് പ്രൈം. ബ്രാ എക്സ് ഡബിൾ പ്രൈം കെറ്റ് എക്സ് പ്രൈം എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റയാണ് അല്ലേ. ഡെൽറ്റ ഓഫ് എക്സ് പ്രൈം എക്സ് ഡബിൾ പ്രൈം ആണ്. ഇവിടെ നമ്മൾ ഇതെന്താണ്, വെക്റ്റർ നൊട്ടേഷനാണ്. ഈ എക്സ് എല്ലാം നിങ്ങൾക്ക് ബോൾഡഡ് ആയിട്ട് കാണാം, എക്സും പിയും എല്ലാം ബോൾഡഡ്. ഇത് 3 ഡയമെൻഷനൽ കേസാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ 3 ഡയമെൻഷനൽ ഡെൽറ്റ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വി ഓഫ് എക്സ് പ്രൈം എന്ന് പറയുന്നത് എന്താണ്, വി ഓഫ് എക്സ്, ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വി ഓഫ് എക്സ് പ്രൈം ഇൻറ്റു ഡെൽറ്റ ക്യൂബ് ഓഫ് എക്സ് പ്രൈം മൈനസ് എക്സ് ഡബിൾ പ്രൈം. ഓക്കെ, ഡെൽറ്റ ക്യൂബ് ഓഫ് എക്സ് പ്രൈം മൈനസ് എക്സ് ഡബിൾ പ്രൈം എപ്പോഴാണ് 1 ആവുക, വെൻ ദീസ് ടു കോയിൻസൈഡ് അല്ലേ. സോ ഇവിടെ നമ്മൾ ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഹാമിൽട്ടോണിയൻ നമ്മൾ എടുത്തു. നമ്മുടെ സ്റ്റേറ്റ് കെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് റെപ്രസെൻറ്റേഷനിലെ വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് കെറ്റിനുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു സ്റ്റേറ്റ് കെറ്റിനുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ? ഇതായിരുന്നു നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഒരു സ്റ്റേറ്റ് കെറ്റ് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. ഇറ്റ് ഈസ് IH×∂by∂t ഓഫ് കെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു H ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ അല്ലേ. അപ്പം ഇതിനെ നമ്മൾ നമ്മുടെ എക്സ് റെപ്രസെൻറ്റേഷനിൽ എഴുതുകയാണെങ്കിൽ വി വിൽ ഹാവ് ഇറ്റ് ആസ് IH×∂by∂t ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു ബ്രാ എക്സ് പ്രൈം H ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ. ഇതായിരിക്കും നമ്മുടെ എക്സ് റെപ്രസെൻറ്റേഷനകത്തുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കഴിയുമ്പം
അതിലാദ്യം നമ്മൾ p²/mന്, അതായത് കൈനറ്റിക് എനർജിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനാണത് അല്ലേ. അത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കൈനറ്റിക് എനർജിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിയുമ്പോൾ വി ഹാവ് ബ്രാ എക്സ് പ്രൈം p², ഈ റൈറ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബ്രാ എക്സ് പ്രൈം p²/2m കെറ്റ് ആൽഫ എന്ന് പറയുന്നത്. പിയുടെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ നമുക്കറിയാം. പി 1 ഡയമെൻഷനിലാണെങ്കിൽ ഇറ്റ് ഇസ് -IH×∂∂x ആണ്. ഇവിടെ നമ്മുടെ പി എന്ന് പറയുന്ന ആളാരാണ്? 3 ഡയമെൻഷനിലാണ് അല്ലേ, വെക്റ്ററാണ്. സോ കറസ്പോണ്ടിങ്ലി നമുക്ക് ആരുണ്ടാവുക? -IH×del ആണ് ഉണ്ടാവുക അല്ലേ. -IH×del എന്നാണ് ഉണ്ടാവുക. കാരണം 3 ഡയമെൻഷണൽ ഓപ്പറേറ്റർ വരണം, 3 ഡയമെൻഷണൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ആൻഡ് നമുക്കിവിടെ പി അല്ല p² ആണുള്ളത്. സോ വി വിൽ ഹാവ് -H×2del². ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് എക്സ് പ്രൈം ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡെൽ പ്രൈം എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ∂∂x പ്രൈം, ∂∂y പ്രൈം, ∂∂z പ്രൈം എന്ന രീതിയിൽ വരണം. ഓക്കെ, സോ we will have this as -H×2/2m del prime square bra x prime ket alpha എന്ന് വരും, കൈനറ്റിക് എനർജിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ നമ്മുടെ വിയുടെ കറസ്പോണ്ടിങ് എഴുതുകയാണെങ്കിൽ നമുക്കവിടെ ശരിക്കും ഇവിടെ എങ്ങനെയാണ് വരിക? ബ്രാ എക്സ് പ്രൈം വി കെറ്റ് ആൽഫയാണ് വരിക അല്ലേ. നമുക്കറിയാം അങ്ങനെ ഒരു ഇക്വേഷനിൽ നമുക്കവിടെ ഉള്ളത് ആക്ച്വലി ബ്രാ എക്സ് പ്രൈം വി of x then get alpha അങ്ങനെയാണുള്ളത്. സോ ഇവിടെ ആക്ച്വലി ഈ ഒരു ഓപ്പറേറ്ററിന് ഈക്വലി ഇവിടെയും ആക്ട് ചെയ്യാം, ഇവിടെയും ആക്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യിക്കുകയാണ്. അതായത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് വരിക ദിസ് ഇസ് വി ഓഫ് എക്സ് ആക്ടിങ് ഓൺ എക്സ് പ്രൈം. നമുക്ക് എന്താ തരിക? ഇറ്റ് ഈസ് വി ഓഫ് എക്സ് പ്രൈം ആണ് അല്ലേ. വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എക്സ് പ്രൈം എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ വി വിൽ ഹാവ് വി ഓഫ് എക്സ് പ്രൈം എന്ന് പറയുന്നത് കിട്ടും. ദെൻ വി വിൽ ഹാവ് ബ്രാ എക്സ് പ്രൈം ആൽഫ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, സോ അവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു വി ഓഫ് എക്സ് ബ്രാ എക്സ് പ്രൈമിൽ ആക്ട് ചെയ്യുമ്പോഴുള്ള റിസൾട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് സൈഡിൽ വി ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ ഓപ്പറേറ്ററാണ്, ബട്ട് റൈറ്റ് സൈഡിൽ ഇറ്റ് ഇസ് നോട്ട് ഓപ്പറേറ്റർ. അവിടെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണത്. ഓക്കെ, സോ വി ഓഫ് എക്സ് പ്രൈം ഈസ് നോ ലോങ്ങർ എൻ ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 2 ടേംസും കിട്ടി. കാരണം എക്സിന് നമുക്കിവിടെ p²/2m കൊടുക്കുമ്പോൾ ഉള്ള ടേമാണ് ഇത്, ആൻഡ് വി ഓഫ് എക്സിൻ്റെ കറസ്പോണ്ടിങ് ടേമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഇക്വേഷനകത്തേക്ക്, നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഇതിനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് വരും? വി വിൽ ഹാവ് IH×∂t ഓഫ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു -H×2/2m del prime square bra x prime ket alpha plus v of x prime bra x prime ket alpha എന്ന് കിട്ടും. ഓക്കെ, ഈ ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പറഞ്ഞു അതാണ് നമ്മുടെ എക്സ് റെപ്രസെൻറ്റേഷനകത്തെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അയാളെ സൈ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സൈ ഓഫ് എക്സ് പ്രൈം ടി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ഇവിടെയും 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 ആ വേവ് ഫംഗ്ഷനെ സൈ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവർ ഇക്വേഷൻ വിൽ ബി ഓഫ് ദിസ് ഫോം അല്ലേ. ഈ ഒരു ഫോമിലേക്ക് നമ്മുടെ ഇക്വേഷൻ മാറും. ആൻഡ് ദിസ് ഇസ് അവർ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണത് അല്ലേ. IH×∂ψ/∂t ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വിച്ച് ഇസ് ദ ബേസിസ് ഓഫ് വേവ് മെക്കാനിക്സ്. നമ്മുടെ നിങ്ങൾ ഡിഗ്രി ലെവലിലൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തുടങ്ങിയത് ഇങ്ങനെയായിരിക്കും. നമുക്കൊരു പൊട്ടൻഷ്യൽ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുന്നു, എന്നിട്ട് സോൾവ് ചെയ്യുന്നു അല്ലേ. സോ this equation is the basis of quantum mechanics. വേവ് മെക്കാനിക്സിലെ ബേസിസ് ആണിത്. ഓക്കെ, ഇനി നമുക്ക് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ വരുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജസ്റ്റ് നമ്മുടെ എക്സ് റെപ്രസെൻറ്റേഷനിലുള്ള വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് അല്ലേ. ഇനി നമ്മൾ എനർജി ഐഗൺ ഫങ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. എനർജി ഐഗൺ ഫംഗ്ഷന് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പം നമ്മളവിടെ നമ്മുടെ സിസ്റ്റം, ഇനീഷ്യലി നമ്മുടെ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിൻ്റെയും അതുപോലെ എച്ച് എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ്റെയും രണ്ടിൻ്റെയും സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റ്സ് കൊണ്ടാണ്
ഐഗൺ കെറ്റ്സ് ആണ് നമ്മൾ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിസ് ആയി ചൂസ് ചെയ്യുന്നത് എച്ചിൻ്റെയും അതുപോലെ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെയും സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റിനെയാണ്. സോ നമുക്കറിയാം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഐഗൺ വാല്യൂ എ പ്രൈം ഉണ്ടാവും, അതുപോലെ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എ പ്രൈമും ഉണ്ടാവും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. നമ്മൾ ഇനി ഇവിടെ നമുക്കറിയാം ഒരു സ്റ്റേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഡിഗ്രിയിലും പഠിക്കുന്നതാണ്, നമ്മൾ വേവ് ഫംഗ്ഷൻ പറയുമ്പം നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേവ് ഫംഗ്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ പൊസിഷൻ്റെ ഡിപ്പെൻഡൻസ് മാത്രം പറയാറുണ്ട്. അതായത് ഇപ്പം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിയുമ്പം നമുക്കറിയാം അവിടെ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ്, ഒരു 1 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ സൈ ഓഫ് എക്സ് ആണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റേഷനറി സ്റ്റേറ്റിനെയാണ്. എക്സ് ഡിപ്പെൻഡൻസ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ആക്ച്വലി ഇൻ ജനറൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെയും അതുപോലെ തന്നെ ടൈമിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് ഈ ടൈം ഡിപ്പെൻഡൻസ്, വേവ് ഫംഗ്ഷനിലെ ടൈം ഡിപ്പെൻഡൻസ് തരുന്ന ഫാക്ടർ ഇറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് ആണ്. ഓക്കെ, ഈ ഒരു ഫാക്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ടൈമിനനുസരിച്ചുള്ള ആ ഒരു ടൈം ഡിപ്പെൻഡൻസ്, വേവ് ഫംഗ്ഷൻ്റെ ടൈം ഡിപ്പെൻഡൻസ് തരുന്ന ഫാക്ടർ. സോ അത് വെച്ച് നമ്മൾ നമ്മുടെ വേവ് ഫംഗ്ഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ടൈം ഡിപ്പെൻഡൻസ്, സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ ടൈം ഡിപ്പെൻഡൻസ് തരുന്ന ഫാക്ടർ എക്സ്പൊണൻഷ്യൽ മൈനസ് ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് ആണ്. സോ വിത്ത് ദാറ്റ് വി ക്യാൻ റൈറ്റ് ഓർ വി ക്യാൻ റെപ്രസെൻറ്റ് ദ വേവ് ഫംഗ്ഷൻ ആസ്, എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ വേവ് ഫംഗ്ഷൻ എക്സ് റെപ്രസെൻറ്റേഷനിലുള്ള വേവ് ഫംഗ്ഷൻ ബ്രാ എക്സ് പ്രൈം എ പ്രൈം ടി 0 ടി എന്ന് പറയുന്നതിനെ വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഇ എ പ്രൈം ടി. അപ്പം ഇവിടെ ഈ ഒരാൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡിപ്പെൻഡൻസ് മാത്രം കാണിക്കുന്ന ഫംഗ്ഷൻ ഫാക്ടറാണ്. ഓക്കെ, സൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ആളാണിത്, സൈ ഓഫ് എക്സ്. ദെൻ അതിൻ്റെ ടൈം ഡിപ്പെൻഡൻസ് കാണിക്കുന്ന ഫാക്ടറാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ, ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഡെൽ സ്ക്വയർ വരുന്നുണ്ട് അല്ലേ. ഡെൽ സ്ക്വയർ എന്ന് പറയുമ്പം അതെന്താണ്? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കോർഡിനേറ്റ്സ് ആണ് അല്ലേ. എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവാണ്. സോ നമ്മൾ ഇവിടെ വേവ് ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് ഇയാളെ കൊടുത്തു കഴിയുമ്പം നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. ഈ ഒരു ഫാക്ടറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും, എക്സ്പൊണൻഷ്യൽ, കാരണം ഇയാൾ ടൈം ഡിപ്പെൻഡിങ് ആണ്. സോ ഇവിടെ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഒരു ഫാക്ടർ പുറത്തേക്ക് വരും. അതുപോലെ ഇവിടെയും നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. വി ക്യാൻ ടേക്ക് ദാറ്റ് ഇ റേസ് ടു മൈനസ് ഐ ഇ എ ടി ബൈ എച്ച് ക്രോസ് അല്ലേ, ഈ ഒരു ടേമിലും ഉണ്ടാവും. അതുപോലെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫാക്ടർ അവിടെ ഡോ ബൈ ഡോ ടി ആണ് വരുന്നത് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. അതെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് ചെയ്യും? ഇയാളിൽ നിന്നുള്ള ആ ഒരു ഡെറിവേറ്റീവ്, ഈ ടേമിൻ്റെ ഡിപ്പെൻഡൻസ്, ഇവിടെ ടൈം ഡിപ്പെൻഡൻസ് വരുന്നത് കാരണം അവിടെ നമുക്ക് ആ ഡെറിവേറ്റീവ് എന്ത് തരും? ഒരു വാല്യൂ തരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ടി ഇയാൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അവിടെ നമുക്ക് ഐ എച്ച് ക്രോസ് ഉണ്ട്. ദെൻ ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് ഐ ഇ എ പ്രൈം ബൈ എച്ച് ക്രോസ് പുറത്തേക്ക് വരും അല്ലേ. സോ എച്ച് ക്രോസും ക്യാൻസലായി പോവും. ഐയും മൈനസ് ഐയും കൂടെ +1 ആയിട്ട് മാറും, കാരണം ഐ സ്ക്വയർ -1 ആണ്. പിന്നെ അവിടെയുള്ള മൈനസും കൂടെ അത് +1 ആയിട്ട് മാറും. സോ അവിടെ ബാക്കി നമുക്ക് ആര് മാത്രം ഉണ്ടാവും? ഇ എ പ്രൈം മാത്രം ഉണ്ടാവും. ഓക്കെ, ദെൻ ഈ ഒരു എക്സ്പൊണൻഷ്യൽ ടേം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ടേംസിലും നമുക്ക് ആ എക്സ്പൊണൻഷ്യൽ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ എഴുതി കാണിക്കുന്നില്ല. 3 ടേമിലും നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ഉള്ളതുകൊണ്ട് അതങ്ങ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വി വിൽ ബി ലെഫ്റ്റ് വിത്ത് ഇ എ പ്രൈം ബ്രാ എക്സ് പ്രൈം എ പ്രൈം എന്ന് പറയുന്ന ഈ ഒരു ടേം ആയിരിക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ. അത് ഇപ്പുറത്തെ റൈറ്റിൽ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ടേമിലേക്ക്, ഈ ഒരു ഫോമിലേക്ക് നമ്മുടെ ഇക്വേഷൻ മാറും. ആൻഡ് ദിസ് ഇസ് the partial differential equation satisfied by the energy eigen function bra x prime a prime. നമ്മുടെ എനർജി ഐഗൺ ഫംഗ്ഷൻ ആയ ബ്രാ എക്സ് പ്രൈം എ പ്രൈമിൻ്റെ കറസ്പോണ്ടിങ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണിത്. ഓക്കെ, വിത്ത് ഐഗൺ വാല്യൂ ഇ എ പ്രൈം. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പം ഈ ബ്രാ എക്സ് പ്രൈം എ പ്രൈം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എനർജി ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ആ എനർജി ഐഗൺ ഫംഗ്ഷന് നമ്മുടെ ആ ഒരു എ എന്ന് പറയുന്ന
എയിലേക്കുള്ള ആ ഒരു റെഫറൻസ് നമ്മൾ സൈമൾട്ടേനിയസ് ഐഗൺ സ്റ്റേറ്റ്സ് ഓഫ് എച്ച് ആൻഡ് എ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പൊതുവേ എല്ലാ കേസസിലും നമ്മുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന ആൾ പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എടുത്ത കേസിൽ തന്നെ p²/2m + v(x) എന്ന് പറഞ്ഞാൽ വന്നത് അല്ലേ. അപ്പം അതിൻ്റെ ടേമിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ അത് നമുക്ക് എക്സിൻ്റെയും പിയുടെയും ഒക്കെ ഫംഗ്ഷനായിട്ട് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഈ എ എന്ന് പറയുന്ന ആളെ ആ ഒരു എയുടെ റെഫറൻസ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ഈ വേവ് ഫംഗ്ഷനെ ബ്ര(x', a' എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനെ വി ജസ്റ്റ് റെപ്രസെൻറ്റ് ഇറ്റ് ആസ് u(e)(x'). എനർജി ഐഗൺ ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ നമ്മൾ u(e)(x') എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ വിത്ത് ദാറ്റ് ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് ഫോം. ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു വേവ് ഫംഗ്ഷനെ അവിടെ എ എന്ന് പറയുന്ന ആ ഒരു റെപ്രസെൻറ്റേഷൻ ഒഴിവാക്കിയിട്ട് ഇയാളെ നമ്മൾ എന്ത് ചെയ്യാണ്, എനർജി ഐഗൺ ഫംഗ്ഷൻ ue ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, u(e)(x') എന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ വിത്ത് ദാറ്റ് അവർ ഇക്വേഷൻ വിൽ ടേക്ക് ദിസ് ഫോം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ. ഓക്കെ, ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ വരുന്നത് ഇതാണ്. ഇനി നിങ്ങൾക്കറിയാം, നമുക്കിതുപോലൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. സപ്പോസ് നമ്മുടെ കേസ് നമ്മൾ ചൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ സീക്ക് ചെയ്യുന്ന കേസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് ലിമിറ്റ് mod x ടെൻഡിങ് ടു ഇൻഫിനിറ്റി v(x') എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ലിമിറ്റ് mod x ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അതായത് എക്സ് എന്ന് പറയുന്ന ആൾ പോസിറ്റീവ് ഡയറക്ഷനിലായിക്കോട്ടെ നെഗറ്റീവ് ഡയറക്ഷനിലായിക്കോട്ടെ ആസ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി വിയുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആക്സിസിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച്, ഇവിടെ ശരിക്കും 3 ഡയമെൻഷണൽ കേസാണ് കേട്ടോ, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ എനർജി എന്ന് പറയുന്നത് മച്ച് ലെസ് ദാൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജീനേക്കാളും കുറവാണ്. അങ്ങനത്തെ ഒരു കേസാണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ കേസാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എനർജി കുറവാണ്, പൊട്ടൻഷ്യലിനേക്കാളും എനർജി കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ പാർട്ടിക്കിൾ ബൗണ്ടാണ് എന്നുള്ളതാണ് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ. പാർട്ടിക്കിളിൻ്റെ എനർജി പൊട്ടൻഷ്യലിനേക്കാളും ആ പാർട്ടിക്കിളിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യലിനേക്കാളും അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യലിനേക്കാളും കുറവാണ് എന്ത്, നമ്മുടെ എനർജി, പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ പാർട്ടിക്കിൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു റീജിയനിൽ, ഒരു ഫൈനൈറ്റ് റീജിയനിൽ കൺഫൈൻ ചെയ്തിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ബൗണ്ടഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇങ്ങനെ ഒരു കണ്ടീഷന് വേണ്ടി, ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള കേസിലാണ് നമ്മൾ സൊല്യൂഷൻ നോക്കുന്നതെങ്കിൽ we must definitely have our wave function tends to 0 as x mod x tends to infinity. നമ്മുടെ ആക്സിസിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം, 0യിലേക്ക് ടെൻഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ച്, നിങ്ങൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകളാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ നമുക്കറിയാം, ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് വാല്യൂസ് അല്ല, സം ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് എനർജിക്ക് മാത്രമേ നമുക്ക് ഇത് പോസിബിളായിട്ട് വരുള്ളൂ. ആൻഡ് അങ്ങനെയാണ് നമുക്ക് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്, ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുമ്പം എല്ലാ എനർജീസും പോസിബിൾ അല്ല, എനർജീസ് എന്താണ്, ക്വാണ്ടൈസ്ഡ് ആയിരിക്കും അല്ലേ. ഓൺലി ഫോർ പെർട്ടിക്കുലർ വാല്യൂസ് ഓഫ് എനർജി മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഈ ഒരു കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ലെവൽസ് എന്ന് പറയുന്നത്. സോ അത്രയും ഒന്ന് നോക്കുക, ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും അതുപോലെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ